മാത്രമല്ല ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്ക് യോഗം ചേരുന്നുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകേണ്ടതില്ല. അപ്പോൾ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തീരുമാനിക്കുക കൂടി വേണ്ടിയാണ് ഈ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അപ്പോൾ ആ സെക്രട്ടേറിയറ്റ് യോഗം ക്രൂഷ്യലാണ്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും ഇന്നറിയാം. സെക്രട്ടേറിയറ്റ് പുതിയ ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. സാധ്യതകൾ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാർ പുതിയ പ്രസിഡന്റായി വരാനാണ്. വിളപ്പിൽ രാധാകൃഷ്ണനെയാണ് CPI ദേവസ്വം ബോർഡ് അംഗമായി തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ 2 വർഷ കാലാവധി ഒഴിവാക്കാൻ വിജ്ഞാപനം കൊണ്ടുവരാൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. സ്വർണ്ണപ്പാളി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പക്ഷേ ആ തീരുമാനം വേണ്ടെന്ന് വെച്ചത്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. ഒരു ചെറിയൊരു കമന്റ്. ഇപ്പോൾ ബീഹാറിലെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ കാര്യമായി കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷറഫ് പറയുന്നു അമേരിക്കയിൽ ബാലറ്റ് സംവിധാനം ഉള്ളതുകൊണ്ട് മംതാന് ജയിച്ചു എന്ന്. അപ്പോൾ കാര്യമായി ഈ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്ന ആവശ്യം ഉയരുകയാണ്. ഉസ്മാൻ പറയുന്നു യഥാർത്ഥ ജനാധിപത്യം ഇനിയും ജനങ്ങൾക്ക് ദിവാസ്വപ്നം മാത്രമാണെന്ന് ദിനം പ്രതി അധികാരികൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വെറും പ്രഹസനമോ. പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് EVM തട്ടിപ്പ് തന്നെയാണ് എന്ന് ഉറപ്പിക്കാം എന്നുണ്ട് ഇലിയാസ് പിലാക്കൽ പറയുന്നുണ്ട്. സൈഫു ദിവ്യ ആര് ജയിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷറഫു എന്നേണ്ട ആവശ്യമൊന്നുമില്ല, BJP സഖ്യം തന്നെ ജയിക്കുമെന്ന് പറയുന്നു. അപ്പോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവിടെ ഒരു സാധ്യതയും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ചും SIR നടപ്പാക്കിയതിനു ശേഷം എന്തെല്ലാം അപാകതകൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഈ ആളുകൾ അവിടുത്തെ വോട്ടർമാരും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ പറയുന്നത് പോലെ വലിയൊരു ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇപ്പൊ ആശങ്കിക്കുന്ന പോലെ റിസൾട്ട് വരാനാണ് സാധ്യത. അവിടെ ഉണ്ടല്ലോ ഒരുപാട് ജാതി സമുദായ സമവാക്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം മറികടന്ന് എത്രത്തോളം മഹാസഖ്യം ഭരണത്തിലേറും എന്നതിലും വലിയൊരു ആശങ്കയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ചെറിയൊരു ഇടവേള എടുക്കാം.